നമസ്കാരം. 2019 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം ഏറെ ഒച്ചപ്പാടുകളുണ്ടാക്കി. കേരളത്തിൽ LDFും UDFും മത്സരിച്ച് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ ഭീതി വ്യാപാരം നടത്തി. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഈ നാട്ടിൽ നിന്നും ആട്ടി ഓടിക്കാനുള്ള മോദി സർക്കാരിൻ്റെ സംഘപരിവാർ അജണ്ടയുടെ നടപ്പിലാക്കലാണ് എന്ന് പറഞ്ഞ് ഇവിടെ ഭീതി സൃഷ്ടിച്ചു. സാധാരണ മനുഷ്യർ പോലും ഭയന്നുപോയി. മുസ്ലിം ആയതുകൊണ്ട് നിങ്ങൾക്ക് നാട് വിടേണ്ടി വരുമെന്ന്. എന്തൊരു പച്ചക്കള്ളമായിരുന്നു ആ ഭീതി വ്യാപാരം എന്ന് ഇപ്പോഴെങ്കിലും ആളുകൾക്ക് മനസ്സിലായി കാണും. 7 വർഷമായിട്ടും ഒരൊറ്റ മുസ്ലിമിനും ഈ നാട് വിടേണ്ടി വന്നില്ല. എന്തായിരുന്നു പൗരത്വ ഭേദഗതി നിയമം എന്ന് ഇന്നും മനസ്സിലാവാത്ത പലരുമുണ്ട്. 2014 ഡിസംബർ 31 മുൻപ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലെത്തിയിരിക്കുന്ന പൗരന്മാർ അതാത് രാജ്യങ്ങളിൽ ഹിന്ദുവോ പാഴ്സിയോ ബുദ്ധനോ സിഖുകാരനോ ക്രിസ്ത്യാനിയോ ആണെങ്കിൽ പൗരത്വം കിട്ടാൻ വർഷത്തിൽ ഇളവ് കൊടുക്കുന്നു എന്നതായിരുന്നു. എന്ന് വെച്ചാൽ നിലവിലുള്ള നിയമത്തിന് ഒരു മാറ്റവുമില്ല, എന്നാൽ മുസ്ലിം ഒഴികെയുള്ള മറ്റ് സമുദായക്കാർക്ക് ഇളവ് കൊടുക്കുന്നു. ആ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ലക്ഷ്യം ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ ന്യൂനപക്ഷമായതുകൊണ്ട് മാത്രം നാടുകടത്തപ്പെട്ട് ഇവിടെ വന്ന് അഭയാർത്ഥികളായി കഴിയുന്ന മനുഷ്യരുടെ ദുരിതം അവസാനിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു. പക്ഷേ നാട്ടിലെ മുസ്ലിങ്ങളെ നാടുകടത്താനുള്ള നീക്കമായി ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. വലിയ കോലാഹലങ്ങളുണ്ടായി. സുപ്രീം കോടതിയിൽ 100 കണക്കിന് കേസുകളുണ്ടായി. കോടതി അത് സ്റ്റേ ചെയ്തില്ല. ഇപ്പോഴും കേസ് മുമ്പോട്ട് പോകുന്നു. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി SIR അല്ലെങ്കിൽ സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരം പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ വർഷം ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചായിരുന്നു ആദ്യം ഇത് പ്രഖ്യാപിച്ചത്. പിന്നീട് കേരളത്തിലും പശ്ചിമ ബംഗാളിലും അടക്കം ഇതിൻ്റെ ഈ സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരം മുമ്പോട്ട് പോയി. ബീഹാറിലും പശ്ചിമ ബംഗാളിലുമൊക്കെ ഇത് കേസായി മാറിയെങ്കിലും കേരളത്തിലധികം ഒച്ചപ്പാടില്ലാതെ മുമ്പോട്ട് പോയി. ഏതാണ്ട് 5 കോടിയിലധികം ആളുകളെ ഇതിനോടകം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റി. സ്ഥലത്തില്ലാത്തവർ, മരിച്ചുപോയവർ, നാട് വിട്ടവർ, വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒന്നിലധികം ഇടങ്ങളിൽ പേരുള്ളവർ, ഇന്ത്യൻ പൗരന്മാർ അല്ലാത്തവർ എന്നിവരുടെ പേരാണ് വെട്ടി നിർത്തിയത്. ഇത് ഫലത്തിൽ വന്നപ്പോൾ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഇത് നടപ്പിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ചിലയിടങ്ങളിൽ BJP ജയിച്ചു, ചിലയിടങ്ങളിൽ BJP വിരുദ്ധ പ്രതിപക്ഷ പാർട്ടികൾ ജയിച്ചു. എന്തിനേറെ ഇതിലൊരു കൃത്രിമം ഉണ്ടായിരുന്നെങ്കിൽ തമിഴ്നാട്ടിലെങ്കിലും BJP കൂടുതൽ സീറ്റ് പിടിക്കേണ്ടതായിരുന്നില്ലേ. അതൊക്കെ അങ്ങനെ പോവട്ടെ. ഇപ്പോഴിതാ ആ പൗരത്വ ഭേദഗതി നിയമം SIRന്റെ ചുവട് പിടിച്ച് നടപ്പിലാവുന്നു. ഇതിന് പേരിൽ പൊട്ടിക്കരച്ചിലും നിലവിളിയും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. SIRന്റെ ഭാഗമായി പുറത്താക്കപ്പെട്ടവരുടെ ലിസ്റ്റ്, പ്രത്യേകിച്ച് വിദേശ പൗരത്വം ആരോപിച്ചുകൊണ്ട്, അതായത് ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് ആരോപിച്ചുകൊണ്ട് പുറത്താക്കപ്പെട്ടവരുടെ ലിസ്റ്റ് അതാതിടങ്ങളിലെ അധികാരികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏൽപ്പിക്കണം എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. അതായത് സുപ്രീം കോടതി ഇവരുടെ പരാതി സ്വീകരിച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി ഉത്തരവിട്ടതാണ്. ഇന്ത്യൻ പൗരത്വമില്ല എന്നതിൻ്റെ പേരിൽ ആരുടെയെങ്കിലും പേരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ മുഴുവൻ ലിസ്റ്റും അതാത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CEOമാർ ആ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൊടുക്കണം എന്നാണ് ചട്ടം. സുപ്രീം കോടതി നേരത്തെ ഇത് പറഞ്ഞതാണ്. അതിപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നു. ഈ സമഗ്ര വോട്ടേഴ്സ് പരിഷ്കാരം നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും CEOമാരോട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പൗരത്വമില്ലാത്തതിൻ്റെ പേരിൽ, അതായത് ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് സംശയിക്കുന്നതിൻ്റെ പേരിൽ വെട്ടിമാറ്റപ്പെട്ടവരുടെ ലിസ്റ്റ് തരാൻ പറയുകയാണ്. ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു പദ്ധതിയുണ്ട്. ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ കഴിയാതെ വന്നവരുടെ ലിസ്റ്റ് ചെയ്ത് അവരുടെ പേര് ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്ത് ഇവരെ ഓരോരുത്തരെക്കുറിച്ചും ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം നടത്തി ഓരോ കേസുകളായി ഇവർ ഇന്ത്യൻ പൗരന്മാരല്ലെങ്കിൽ നാട് കടത്തുക തന്നെയാണ് ലക്ഷ്യം. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് തീർച്ചയാണ്. ഇന്ത്യയിൽ വന്ന് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നുമൊക്കെ നുഴഞ്ഞു കയറി ഇവിടെ വന്ന് വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി ഇന്ത്യൻ പൗരന്മാരായി ജീവിക്കുന്ന അനേകം പേരുണ്ട്. അവരൊക്കെ SIR വഴി പിടിക്കപ്പെട്ടിരിക്കുന്നു. അവരൊന്നും ഈ രാജ്യത്ത് ജീവിക്കേണ്ടതില്ല, അവർക്ക് നാട് കടത്തപ്പെടണം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇത് വലിയൊരു പൊളിച്ചെഴുത്താണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നും കൂട്ടത്തോടുകൂടി ആളുകൾ ഇങ്ങോട്ട് എത്തിയിരുന്നു. SIR നടന്നപ്പോൾ തന്നെ ആയിരക്കണക്കിന് പേർ നാട് വിട്ടതായി അന്ന് BSF റിപ്പോർട്ട് ചെയ്തിരുന്നു. പശ്ചിമ ബംഗാളിൽ താമസിക്കുന്ന അനേകം ബംഗ്ലാദേശികൾ SIRൽ കുടുങ്ങി നാട് കടത്തപ്പെടാതിരിക്കാൻ വേണ്ടി സ്വമേധയാ നാട് വിട്ടിരുന്നു. ഇപ്പോൾ പുറത്താക്കപ്പെട്ട 5 കോടി ആളുകളുടെയും വിശദാംശങ്ങൾ ശേഖരിക്കുന്നു. അവരിൽ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് സംശയിച്ച് പുറത്താക്കപ്പെട്ടവരാരാണോ അവരെയൊക്കെ നാട് കടത്താനുള്ള പദ്ധതികൾ ആരംഭിക്കുകയാണ്. അവർക്ക് അവരുടെ പൗരത്വം തെളിയിക്കാൻ അവസരം കൊടുക്കും.
കോടതിയെ സമീപിക്കാൻ അവസരം കൊടുക്കും. പൗരത്വ ഭേദഗതി നിയമത്തിൽ പറഞ്ഞ എല്ലാ പരിഹാരങ്ങളും ഇവരുടെ മുമ്പിൽ വയ്ക്കും. ആ പരിഹാരങ്ങളൊന്നും ഇവരെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഇവർക്ക് നാട് വിടേണ്ടി വരും. സത്യത്തിൽ 2019 പാസ്സാക്കിയ നിയമം ഇപ്പോൾ 7ാം വർഷം SIRന്റെ പശ്ചാത്തലത്തിൽ നടപ്പിലാക്കി രാജ്യത്തെ ക്ലീൻ ചെയ്യാൻ മോദി സർക്കാർ പദ്ധതിയിടുന്നു. അത് വിജയിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇതിനെ എതിർക്കാൻ പോലും പ്രതിപക്ഷത്തിന് കഴിയില്ല. മുസ്ലിങ്ങളെ നാട് കടത്തുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാനും അവർക്ക് അവസരം ലഭിക്കില്ല. കാരണം കൃത്യമായി മറ്റൊരു പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നടപ്പിലാക്കുന്നത്. സുപ്രീം കോടതിയുടെ വെറ്റിങ്ങോടുകൂടിയാണ് ഇത് നടപ്പിലാക്കുന്നത്. മലപ്പുറത്ത് താമസിക്കുന്ന 80ഓളം പാകിസ്ഥാനികളും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അവർ പാവങ്ങളാണ്. പണ്ട് ആവേശത്തോടുകൂടി പാകിസ്ഥാനിൽ പണിക്ക് പോയതാണ്. അവിടെ ചെന്ന് പാകിസ്ഥാൻ പൗരത്വമെടുത്ത് പട്ടിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തിരിച്ചു പോന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, പാകിസ്ഥാൻ പൗരന്മാരായി പോയി. അവരിപ്പോൾ പ്രത്യേക വിസയെടുത്ത് പ്രത്യേക അനുമതിയോടെ ഇവിടെ റേഷൻ കാർഡ് പോലും ഇല്ലാതെ എന്തെങ്കിലും ഇന്ത്യൻ പൗരത്വം കിട്ടും എന്ന് കരുതി ജീവിക്കുകയാണ്. അവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ ഒരു കരുണയും അവരോട് കാണിക്കേണ്ട എന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ മാറുന്നു. അവരെ ചൂണ്ടിക്കാട്ടി ഇവിടെയുള്ള മുസ്ലിങ്ങളെ നാടുകടത്തും എന്ന് പറഞ്ഞ് വിലപിക്കാൻ അവസരം ഇല്ലാതാക്കിയാണ് ഇപ്പോൾ ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നത് VD സതീശൻ സർക്കാരാണ് എന്ന വിചിത്രമായ സംഗതി കൂടി ഇതിൻ്റെ ഭാഗമായി വരുന്നു. എന്തായാലും നൈസായി കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ പ്രായോഗികമാക്കുകയാണ്. SIRന്റെ പശ്ചാത്തലത്തിൽ ആർക്കും വിലപിക്കാനും നെഞ്ചത്തടിക്കാനും പഴിക്കാനും കഴിയാത്ത വിധത്തിൽ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരെ നൈസായി നാടുകടത്തുന്നു. ഇങ്ങനെ കടന്നു കയറിയ അനേകം പേർ പശ്ചിമ ബംഗാളിൽ പലയിടങ്ങളിലും ഡിറ്റൻഷൻ സെന്ററിലാണ്. ഏതാണ്ട് 5000ഓളം പേരെ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലേക്ക് നാടുകടത്തി എന്ന് ബംഗ്ലാദേശ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞിരുന്നു. ഇനിയും ഏതാണ്ട് 1000ഓളം പേർ ഡിറ്റൻഷൻ സെന്ററുകളിലുണ്ട്. ബംഗ്ലാദേശിന് 556 കിലോമീറ്റർ അതിർത്തിയിൽ പടുകൂറ്റൻ വേലി കെട്ടി തുടങ്ങിയിട്ടുണ്ട്. ബംഗ്ലാദേശികൾ അടക്കമുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പൂർണ്ണമായും തടഞ്ഞ് ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള മോദിയുടെ പദ്ധതി അങ്ങനെ വിജയകരമായി മുമ്പോട്ട് പോകുന്നു.